ഹായ്. എല്ലാവർക്കും പെരുന്നാൾ സന്തോഷമായി കഴിഞ്ഞില്ലേ? കഥ പറയട്ടോ. എൻ്റെ എല്ലാ ചെറിയ കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്കും എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ 2 റീൽസ് ഇട്ടിരുന്നു, അതുകൊണ്ടാണ് കഥ നേരം വൈകിയത്. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് കേട്ടോ. കഴിഞ്ഞു പോയെങ്കിലും കഥ പറയേ. ടംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ. ഒരു സ്ഥലത്ത് 2 വികൃതിയായ 2 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഓരോ കുട്ടികളും മാതാപിതാക്കളും പറയും എൻ്റെ മോനാണ് നല്ലത്, എൻ്റെ മോനാണ് നല്ലത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഭയങ്കര തർക്കമാണ്. എൻ്റെ മകനാണ് നല്ലത്, എൻ്റെ മകനാണ് നല്ലത്. അങ്ങനെ അവിടുത്തെ ആളുകൾ പറഞ്ഞു, നിങ്ങളെന്നും ഇതിനെ പറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നമുക്കിത് ഒരു പണ്ഡിതനുണ്ട്, ആ പണ്ഡിതൻ്റെ അടുത്തേക്ക് നിങ്ങളെ കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ 2 മക്കളെ അവരെ വീട്ടുകാരും കൂടി പണ്ഡിതൻ്റെ അടുത്ത് പോയി. പണ്ട് കാലത്തെ സംഭവമാണ്, ഇപ്പോഴത്തെ സംഭവമല്ലേ. പിന്നെ പണ്ഡിതൻ്റെ അടുത്ത് പോയി പണ്ഡിതനോട് വിവരങ്ങൾ പറഞ്ഞു. പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഞാനൊരു മത്സരം തരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും 2 രൂപ തരാം. 1 രൂപ അവനും 1 രൂപ മറ്റവനും. അതുപോലെ 2 പേർക്കും 2 റൂമും ഞാൻ തരാം. ഒരു റൂം ഈ കുട്ടിക്കും, ഒരു റൂം മറ്റേ കുട്ടിക്കും. അതിലൊരു കുട്ടിയുടെ പേര് ഫീ എന്നായിരുന്നു, ഒരു കുട്ടിയുടെ പേര് ഹൂ എന്നായിരുന്നു. അപ്പോൾ ഹൂ വളരെ നല്ല കുട്ടിയും സന്മനസ്സുള്ളവനുമായിരുന്നു. ഫീ ആണെങ്കിൽ വളരെ വികൃതിയായിരുന്നു. അങ്ങനെ 2 പേർക്കും 1 രൂപ കിട്ടിയപ്പോൾ ഫീയുടെ മനസ്സിൽ 1 രൂപ കിട്ടിയപ്പോൾ എന്തെല്ലാമോ കുസൃതികൾ കുതന്ത്രങ്ങളും ഓടിമറിഞ്ഞു. ഹൂവിൻ്റെ മനസ്സിലാണെങ്കിൽ ഒരുപാട് നന്മകളും ഓടിമറിഞ്ഞു. അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ റൂം നിറയ്ക്കണമെന്നായിരുന്നു പണ്ഡിതൻ്റെ ഓർഡർ. ആരാണ് നല്ല കുട്ടിയെന്ന് അതിൽ തെളിയും, വീട്ടുകാർക്ക് സന്തോഷമാവുമെന്നായിരുന്നു. അങ്ങനെ ഫീ വേഗ 1 രൂപയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി റൂം നിറയ്ക്കാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴുണ്ട് ഒരുപാട് ചണ്ടിയും വേസ്റ്റും നിറച്ച ഒരു ഉന്തുവണ്ടിക്കാരൻ ഉന്തുവണ്ടിയും ഉന്തി പോണു. അയാളോട് ചോദിച്ചു, ചേട്ടാ ഈ ഉന്തുവണ്ടി എങ്ങോട്ടേക്കാണ് ചേട്ടൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അത് മോനെ, ഇത് വേസ്റ്റ് ഇടാൻ സ്ഥലം എവിടെയും കാണുന്നില്ല, ഒരു സ്ഥലം അന്വേഷിച്ച് കൊണ്ടുപോവുകയാണ്, ഇനിയും കുറച്ചും കൂടി കൊണ്ടുവരാനുണ്ട്, ഇത് 50 പൈസ തരാൻ ചേട്ടൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ മോനെ, സന്തോഷമല്ലേ ഉള്ളൂ, എവിടാണിത് കൊണ്ടുപോയി ഇടേണ്ടത്? ചെക്കൻ റൂം കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനെയും കൂട്ടി അവൻ വന്നു, റൂം കാണിച്ചു കൊടുത്തു. അങ്ങനെ ചണ്ടിയും മണക്കുന്ന ഒരുപാട് വേസ്റ്റുകളും ഇട്ട് പിന്നെ ഫീ ആ റൂം മുഴുവൻ നിറച്ചു. അവൻ വിചാരിച്ചു, സന്തോഷിച്ചു, ഇത് ഞാൻ തന്നെയാണ് നല്ല കുട്ടി എന്നുള്ള എൻ്റെ വീട്ടുകാർക്ക് സന്തോഷ വാർത്ത കിട്ടുമെന്ന്. പിന്നെ പിറ്റേന്ന് നേരം വെളുത്ത് പണ്ഡിതനും ആളുകളും എല്ലാവരും വന്നു. 2 പേരുടെ റൂമും എന്താണെന്നറിയാനും ആരാണ് നല്ല കുട്ടി ചീത്ത കുട്ടി എന്നറിയാനും വേണ്ടി. അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ആദ്യം ചെന്നത് ഹൂവിൻ്റെ റൂമിലാണ്. ഹൂ എന്താണ് ചെയ്തതെന്നറിയണ്ടേ? ഫീക്ക് 50 പൈസ കഴിഞ്ഞ് 50 പൈസ ബാക്കി കിട്ടിയിരുന്നു വേസ്റ്റ് വാങ്ങിയ ശേഷം. ആ 50 പൈസ അവൻ മുട്ടായി വാങ്ങി തിന്നു, പിന്നെ തരികിട കാണിച്ചു. ഹൂ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അറിയോ? പിന്നെ അവൻ ആ 50 പൈസക്ക് പോയിട്ട് ചന്ദനത്തിരിയും പിന്നെ ചെറിയൊരു നിലവിളക്കും വാങ്ങി റൂമിൽ കത്തിച്ചു വെച്ചു. 4 മൂലയിലും ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. 50 പൈസ മിച്ചം വന്നതുകൊണ്ട് അവൻ ആ 50 പൈസക്ക് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വാങ്ങി അവിടെ വെക്കുകയും ചെയ്തു. പിറ്റേന്നാണ് ഈ പണ്ഡിതനും വീട്ടുകാരും എല്ലാവരും വരുന്നത്. അപ്പോൾ പണ്ഡിതൻ ഭയങ്കര സന്തോഷമായി. ആ നല്ല സുഗന്ധം, നല്ല വാസന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പണ്ഡിതൻ ആദ്യം തീരുമാനിച്ചിരിക്കുന്നു ഹൂ ആണ് നല്ല കുട്ടിയെന്ന്. അപ്പോൾ ഇവരെ റൂം കണ്ട് പണ്ഡിതൻ ഇവരോട് പറഞ്ഞു, കണ്ടോ അവൻ നല്ല കുട്ടിയാണ്. അപ്പോൾ ഫീൻ്റെ വീട്ടുകാർ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ മോൻ്റെ റൂം ഞങ്ങൾ കാണിച്ചു തരാം, അത് നോക്കാം ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഹൂവിൻ്റെ റൂം കാണാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി. വേസ്റ്റോൻ്റെ ചണ്ടീൻ്റെ മണം കൊണ്ട് ആ റൂമിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പണ്ഡിതൻ പറഞ്ഞു, ഇതാണ് ഇവർ 2 പേരും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ 1 രൂപയ്ക്ക് ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്തു. ബാക്കി 50 പൈസക്ക് അവൻ ഒരു ഫോട്ടോ വാങ്ങി, ദൈവത്തിൻ്റെ ഫോട്ടോ വാങ്ങി, അതും ഒട്ടിച്ചു വെച്ചു. ഇവൻ ബാക്കി 50 പൈസക്ക് മുട്ടായി വാങ്ങി തന്നു. ഇനി നിങ്ങൾ 2 വീട്ടുകാരും നാട്ടുകാരും തീരുമാനിക്കും, എന്നും ഈ 2 മക്കളെ ചൊല്ലിയിട്ട് പ്രശ്നമുണ്ടാകാതെ കാര്യം ബുദ്ധിയോടുകൂടി ചിന്തിക്കണമെന്ന് പണ്ഡിതൻ അവരോട് പറഞ്ഞു. അടുത്ത കഥയായിട്ട് വരുന്നത് വരെ ടംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ.